ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ട്രേഡുകൾ പിക്ക് ചെയ്യാം, ഫേക്കായിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് പിക്ക് ചെയ്യാം, അതേപോലെ റിവേഴ്സിൽ എവിടെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. സാധാരണ ട്രേഡിങ്ങിൽ നമുക്ക് എൻട്രി കിട്ടും, പക്ഷേ എക്സിറ്റ് ലെവൽ അറിയാൻ പറ്റാത്ത നമുക്ക് പ്രോഫിറ്റിൽ വന്നിട്ടും നമുക്ക് ലോസിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ട്രേഡുകളിൽ നമുക്ക് ആക്ച്വലി അതായത് ലോസിലേക്ക് ഒരുപാട് പോകാൻ നമുക്ക് കറക്റ്റ് പോയിന്റിൽ എക്സിറ്റ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഫേക്ക് റിവേഴ്സിൽ എക്സാമ്പിൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 8th ഏപ്രിലെ പെർഫോമൻസിൽ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം, രാവിലെ ഒരു പ്രോപ്പർ ഡൗൺ മാർക്കിൽ നടന്നിരുന്നില്ല. അതായത് തലേ ദിവസം മാർക്കിൽ 7th ഏപ്രിൽ നല്ല നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഡൗണിലേക്ക് പോയി, പക്ഷേ ഒരുപാട് ഡൗണിലേക്ക് ഇന്നലെ പോയില്ല, ചെറിയൊരു ഡൗൺ ഇറങ്ങിയിട്ട് മാർക്കറ്റ് തിരിച്ചു കയറും. അപ്പം നമ്മുടെ സോഫ്റ്റ് 8.1 വേർഷനിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് ഫേക്ക് അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അതിന് 5 മിനിറ്റ്സിൻ്റെയും 1 മിനിറ്റ് ചാർട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ രാവിലെ സെൽ പോർഷൻ ചെറിയൊരു പോർഷൻ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡേഴ്സിന് ചെറിയൊരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് 5 മിനിറ്റ്സിൽ അത് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ സെൽ ട്രേഡ് വന്നിട്ട് നമുക്ക് കൺഫേം ആയി തിരിച്ച് കയറിയെന്ന് തന്നെ സോഫ്റ്റ് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബൈ കാണിച്ചിട്ട് മാർക്കറ്റ് ശാലം കയറി പിന്നെയും ഒരു സൈഡ് വേസ് വന്നതിന് ശേഷമാണ് തിരിച്ചൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നമുക്ക് പോയത്. അവിടെ നിന്ന് ഒരു 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ ട്രേഡ് മതിയായിരുന്നു, നല്ലൊരു റിട്ടേൺസ് നമുക്ക് അവിടെ സോഫ്റ്റ് തന്നിട്ടുണ്ട്. സോഫ്റ്റ് കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നെ. അപ്പോൾ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസിൽ അവിടെ അവോയ്ഡ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് അവിടെ കാണിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്ന ട്രേഡ് നമുക്ക് ഒരുപാട് ഡൗൺ ഇറങ്ങാതെ തിരിച്ചു പോയി. അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല. അത് കൺഫർമേഷൻ തന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ സോഫ്റ്റിൻ്റെ പെർഫോമൻസും നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതുപോലത്തെ ആ ഫേക്ക് അപ്പ് ഡൗൺസിൽ. അപ്പോൾ അതേപോലെ ഇപ്പോൾ നടക്കുന്ന ലൈവ് ക്രൂഡ് ഓയിൽ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിനകത്ത് 15 മിനിറ്റ്സിൽ നിന്ന് നോക്കിയാൽ മാർക്കറ്റ് രാവിലെ ചെറിയ ഡൗൺ ഇറങ്ങിയതല്ലാണ്ട് പ്രോപ്പറായിട്ടൊരു ഡൗൺ ഇഷ്യൂ അതൊരു അപ് ട്രെൻഡോ പോകുന്നില്ല. നമുക്കതവിടെ കളർ ചേഞ്ചസ് ആയിട്ട് നമ്മുടെ അവിടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരുന്നുമുണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ ഇന്നത്തെ മൊമെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ഇറങ്ങി ചെറിയൊരു റിട്ടേൺസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പോൾ ഇവിടെ സൈഡ് വേസ് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ നമുക്ക് അവിടെ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ബൈ ട്രേഡ് നമുക്ക് അവിടെ നടക്കുന്നില്ല. നമുക്കത് തിരിയാനും നമുക്ക് കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ട്രേഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുക. അതാണ് നമുക്കിവിടെ സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സിമ്പിളാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ നിഫ്റ്റിയുടെ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ലാസ്റ്റ് വന്ന ട്രേഡ്. നമുക്ക് സെൽ സിഗ്നൽ അവിടെ തന്നിട്ടുണ്ട്, അവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് ഫസ്റ്റും സെക്കൻഡും തേർഡും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെല്ല് നമുക്ക് തരുന്ന സമയത്ത് നമുക്കവിടെ ട്രേഡ് നമുക്ക് എടുക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് നോക്കണം. ആ കൺഫർമേഷൻ ബാർ റെഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം നമുക്ക് അവിടെ ആ സെൽ ക്യാൻഡിൽ കളറും അത് ഒന്നിച്ച് ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കാവും. ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് പ്രകാരം നോക്കുമ്പോൾ ഇവിടെ ഒരു രാവിലത്തെ ട്രേഡ് ഒരു ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ബാർ ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ ഡൗൺ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് സ്കാൽപ്പിംഗ് മോഡിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻട്രി കിട്ടും, പക്ഷേ 5 മിനിറ്റ്സ് തരാസ്ഥിതിക്ക് അവിടെ സ്ട്രോങ് ഡൗണിലേക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അത് തിരിച്ചുന്ന ബൈ വന്ന സമയത്ത് അവിടെ അപ്പം തന്നെ കൺഫേം ആയി അവിടെ കയറുകയും ചെയ്തു. അവിടുന്ന് കുറച്ച് തിരിച്ചിറങ്ങി. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ട് സൈഡ് വേസ് കാണിച്ചെങ്കിലും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നോക്കാം. ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അഥവാ തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ സമയത്ത് ഇവിടുന്ന് രണ്ടാമത് എടുത്താലും മതി. അപ്പോൾ അവിടുന്ന് പിന്നെയും നമുക്ക് മാർക്കറ്റ് കയറി നല്ല റിട്ടേൺസ് 3 ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. ഇതൊക്കെ ലൈവ് സെക്ഷനിലൂടെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഇന്നത്തെ ട്രേഡിൽ നോക്കുകയാണെങ്കിൽ സിപ്ല ഒക്കെ കണ്ടോ, 1 സൈഡ് മൊമെൻ്റ് ആണ്. നമുക്ക് മിക്കവാറും ട്രേഡ് തരുന്ന സ്റ്റോക്കുകളാണ് സിപ്ല, UPL, UVL. ഇതൊക്കെ നമുക്ക് നല്ല ട്രേഡ്. ഇപ്പോൾ ഇന്നത്തെ 1 സൈഡ് മൊമെൻറ്റുകളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ സ്റ്റോക്കിൽ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് UPL, UVL, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സിപ്ല, പിന്നെ HAL, ഇതുപോലത്തെ ട്രേഡുകൾ നല്ല ട്രേഡുകളാണ്. മിക്കവാറും നമുക്ക് പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ സ്റ്റോക്കുകൾ ഇപ്പോൾ ചൂസ് ചെയ്യാൻ നമുക്ക് പാടൊന്നുമില്ല. സ്കാനർ സെറ്റ് ചെയ്ത് അങ്ങോട്ട് സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൽ തന്നെ ട്രേഡ് നല്ല രീതിയിൽ പോകുന്ന ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.